നമസ്കാരം, ഏവർക്കും ശ്രീസ് ലേണിംഗിലേക്ക് സ്വാഗതം. ഈ ക്ലാസ്സിലൂടെ നമ്മൾ നോക്കുന്നത് സുപ്രീം കോടതി, ഹൈക്കോടതി, അറ്റോർണി ജനറൽ, സോളിസിറ്റർ ജനറൽ, അഡ്വക്കേറ്റ് ജനറൽ, കേന്ദ്ര ധനകാര്യ കമ്മീഷൻ, സംസ്ഥാന ധനകാര്യ കമ്മീഷൻ, UPSC, PSC എന്നിവയിലെ കറണ്ട് അഫയേഴ്സും പ്രധാനപ്പെട്ട പോയിന്റ്സും കൂടിയാണ് ഈ ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ ക്ലാസ്സിലേക്ക് പോകാം. ആദ്യമേ സുപ്രീം കോടതിയെക്കുറിച്ച് നോക്കാം. സുപ്രീം കോടതിയിലെ ഇപ്പോഴത്തെ ചീഫ് ജസ്റ്റിസ് ആണ് DY ചന്ദ്രചൂഡ്. ഇപ്പോഴത്തെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് DY ചന്ദ്രചൂഡാണ്. ആർട്ടിക്കിൾ 124 പ്രകാരമാണ് സുപ്രീം കോടതി സ്ഥാപിക്കുന്നതിന് വ്യവസ്ഥ ചെയ്യുന്നത്. സുപ്രീം കോടതി സ്ഥാപിക്കുന്നതിന് വ്യവസ്ഥ ചെയ്യുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 124. സുപ്രീം കോടതി നിലവിൽ വന്നത് 1950 ജനുവരി 28-നാണ് സുപ്രീം കോടതി നിലവിൽ വന്നത്. സുപ്രീം കോടതിയുടെ ആസ്ഥാനം ന്യൂഡൽഹിയാണ്. സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിനെ നിയമിക്കുന്നത് രാഷ്ട്രപതിയാണ്. അപ്പോൾ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിനെ നിയമിക്കുന്നത് ആരാണ്? രാഷ്ട്രപതിയാണ്. ഇപ്പോഴത്തെ ചീഫ് ജസ്റ്റിസ് ആണ് DY ചന്ദ്രചൂഡ്. ആദ്യത്തെ ചീഫ് ജസ്റ്റിസ് സാധാരണ ചോദിച്ചിട്ടുള്ളതാണ്. HJ കെനിയാണ് ആദ്യത്തെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ്. രണ്ടാമത്തെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആണ് M പതഞ്ജലി ശാസ്ത്രി. അപ്പോൾ രണ്ടാമത്തെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആരാണ്? M പതഞ്ജലി ശാസ്ത്രിയാണ്. 49ാമത്തത് ഉദയ് ഉമേഷ് ലളിതാണ്. അപ്പോൾ 49ാമത്തെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആരാണ്? ഉദയ് ഉമേഷ് ലളിത്. 50ാമത്തേതും ഇപ്പോഴത്തേതുമായ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആണ് ധനഞ്ജയ യശ്വന്ത് ചന്ദ്രചൂഡ്. ധനഞ്ജയ യശ്വന്ത് ചന്ദ്രചൂഡാണ് ഇപ്പോഴത്തെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ്. 50ാമത്തെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആണ്. അപ്പോൾ ഇപ്പോഴത്തെ ചീഫ് ജസ്റ്റിസ് ആരാണ്? DY ചന്ദ്രചൂഡാണ്. സുപ്രീം കോടതി നിലവിൽ വന്നതെന്നാണ്? 1950 ജനുവരി 28. സുപ്രീം കോടതിയുടെ ആസ്ഥാനം ന്യൂഡൽഹി. സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിനെ നിയമിക്കുന്നത് രാഷ്ട്രപതിയാണ്. സുപ്രീം കോടതി സ്ഥാപിക്കുന്നതിന് വ്യവസ്ഥ ചെയ്യുന്ന ആർട്ടിക്കിൾ എത്രയാണ്? ആർട്ടിക്കിൾ 124. ആദ്യത്തെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആരാണ്? HJ കനിയ. രണ്ടാമത്തേത് M പതഞ്ജലി ശാസ്ത്രിയാണ്. 49ാമത്തെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആരാണ്? ഉദയ് ഉമേഷ് ലളിതാണ്. 50ാമത്തത് ആരാണ്? ധനഞ്ജയ യശ്വന്ത് ചന്ദ്രചൂഡ്, DY ചന്ദ്രചൂഡ്. അടുത്ത നമുക്ക് നോക്കാം ഹൈക്കോടതി. ഹൈക്കോടതിയുടെ ഇപ്പോഴത്തെ ചീഫ് ജസ്റ്റിസ് ആണ് AJ ദേശായി. ഹൈക്കോടതിയുടെ ഇപ്പോഴത്തെ ചീഫ് ജസ്റ്റിസ് ആരാണ്? AJ ദേശായി ആണ്. ആർട്ടിക്കിൾ 214 മുതൽ 231 വരെയുള്ള ഭാഗമാണ് ഹൈക്കോടതിയെ കുറിച്ച് പരാമർശിക്കുന്നത്. അപ്പോൾ ഹൈക്കോടതിയെ കുറിച്ച് പരാമർശിക്കുന്ന ആർട്ടിക്കിൾ ആണ് ആർട്ടിക്കിൾ 214 മുതൽ 231 വരെയാണ്. കേരള ഹൈക്കോടതി സ്ഥാപിതമായത് 1956 നവംബർ 1-നാണ്. അപ്പോൾ കേരള ഹൈക്കോടതി സ്ഥാപിതമായത് 1956 നവംബർ 1-നാണ്. ആസ്ഥാനം എറണാകുളമാണ്. ആദ്യത്തെ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആണ് KT കോശി. 37ാമത്തെ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് SV ഭട്ടിയാണ്. 38ാമത്തെ ചീഫ് ജസ്റ്റിസ്, അതായത് ഇപ്പോഴത്തെ ചീഫ് ജസ്റ്റിസ് ആരാണ് ഹൈക്കോടതിയുടേത്? ആശിഷ് ജിതേന്ദ്ര ദേശായി. ആശിഷ് ജിതേന്ദ്ര ദേശായി ആണ് 38ാമത്തെ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ്. കേരള ഹൈക്കോടതിയുടെ 38ാമത് ചീഫ് ജസ്റ്റിസ് ആണ് ആശിഷ് ജിതേന്ദ്ര ദേശായി. അപ്പോൾ കേരള ഹൈക്കോടതി സ്ഥാപിതമായതെന്നാണ്? 1956 നവംബർ 1-നാണ്. ആസ്ഥാനം എവിടെയാണ്? എറണാകുളമാണ്. ആദ്യത്തെ ഹൈക്കോടതി കേരള ഹൈക്കോടതിയുടെ ചീഫ് ജസ്റ്റിസ് ആണ് KT കോശി. 37ാമത്തെ കേരള ഹൈക്കോടതിയുടെ ചീഫ് ജസ്റ്റിസ് ആരാണ്? SV ഭട്ടിയാണ്. 38ാമത്തേത്, അതായത് ഇപ്പോഴത്തെ ചീഫ് ജസ്റ്റിസ് ആരാന്ന് ചോദിച്ചാൽ ആരാണ്? AJ ദേശായി, ആശിഷ് ജിതേന്ദ്ര ദേശായി. അടുത്തത് കേന്ദ്ര ധനകാര്യ കമ്മീഷൻ. കേന്ദ്ര ധനകാര്യ കമ്മീഷന്റെ ഇപ്പോഴത്തെ ചെയർമാനാണ് അരവിന്ദ് പനഗരിയ. അപ്പോൾ കേന്ദ്ര ധനകാര്യ കമ്മീഷന്റെ ഇപ്പോഴത്തെ ചെയർമാൻ ആരാണ്? അരവിന്ദ് പനഗരിയാണ്. കേന്ദ്ര ധനകാര്യ കമ്മീഷൻ രൂപീകൃതമായത് 1951 നവംബർ 22-നാണ്. 1951 നവംബർ 22-നാണ് കേന്ദ്ര ധനകാര്യ കമ്മീഷൻ രൂപീകൃതമായത്. ആസ്ഥാനം എവിടെയാണ്? ന്യൂഡൽഹിയിലാണ് ആസ്ഥാനം. കാലാവധി 5 വർഷമാണ്.
അംഗസംഖ്യ ഒരു ചെയർമാനും 4 അംഗങ്ങളുമാണ് കേന്ദ്ര ധനകാര്യ കമ്മീഷനിലെ അംഗസംഖ്യ. ആർട്ടിക്കിൾ 280 കേന്ദ്ര ധനകാര്യ കമ്മീഷനെ കുറിച്ച് പരാമർശിക്കുന്നത്. അപ്പോൾ കേന്ദ്ര ധനകാര്യ കമ്മീഷനെ കുറിച്ച് പറയുന്ന ആർട്ടിക്കിൾ എത്രയാണ്? ആർട്ടിക്കിൾ 280. ആദ്യത്തെ ചെയർമാനാണ് KC നിയോഗി. കേന്ദ്ര ധനകാര്യ കമ്മീഷന്റെ ആദ്യത്തെ ചെയർമാനാണ് KC നിയോഗി. 15ാമത്തെ ചെയർമാനാണ് NK സിംഗ്. കേന്ദ്ര ധനകാര്യ കമ്മീഷന്റെ 15ാമത്തെ ചെയർമാൻ ആരാണ്? NK സിംഗ് ആണ്. 16ാമത്തേതാണ് അരവിന്ദ് പനഗരിയ. 16ാമത്തേതും ഇപ്പോഴത്തേതുമായ കേന്ദ്ര ധനകാര്യ കമ്മീഷന്റെ ചെയർമാൻ ആരാണ്? അരവിന്ദ് പനഗരിയ. അപ്പോൾ കേന്ദ്ര ധനകാര്യ കമ്മീഷൻ രൂപീകൃതമായത് എന്നാണ്? 1951 നവംബർ 22-നാണ്. ആസ്ഥാനം എവിടെയാണ്? ന്യൂഡൽഹിയാണ്. കാലാവധി എത്ര വർഷമാണ്? 5 വർഷമാണ് കാലാവധി. അംഗസംഖ്യ ഒരു ചെയർമാനും 4 അംഗങ്ങളുമാണ്. ആർട്ടിക്കിൾ 280 കേന്ദ്ര ധനകാര്യ കമ്മീഷനെ കുറിച്ച് പരാമർശിക്കുന്നത്. ആദ്യത്തെ ചെയർമാൻ KC നിയോഗി, 15ാമത്തേത് NK സിംഗ്, 16ാമത്തേത് അരവിന്ദ് പനഗരിയ. അടുത്ത സംസ്ഥാന ധനകാര്യ കമ്മീഷൻ. സംസ്ഥാന ധനകാര്യ കമ്മീഷന്റെ ഇപ്പോഴത്തെ ചെയർമാനാണ് SM വിജയാനന്ദ്. അപ്പോൾ സംസ്ഥാന ധനകാര്യ കമ്മീഷന്റെ ഇപ്പോഴത്തെ ചെയർമാൻ ആരാണ്? SM വിജയാനന്ദ്. നിലവിൽ വന്നത് സംസ്ഥാന ധനകാര്യ കമ്മീഷൻ നിലവിൽ വന്നത് 1994 ഏപ്രിൽ 23-നാണ്. അപ്പോൾ സംസ്ഥാന ധനകാര്യ കമ്മീഷൻ നിലവിൽ വന്നത് 1994 ഏപ്രിൽ 23-നാണ്. ആർട്ടിക്കിൾ എത്ര പ്രകാരമാണ്? ആർട്ടിക്കിൾ ഏതൊക്കെയാണ് സംസ്ഥാന ധനകാര്യ കമ്മീഷനെ കുറിച്ച് പരാമർശിക്കുന്നത്? 243(i)യും 243(y)യും സംസ്ഥാന ധനകാര്യ കമ്മീഷനെ കുറിച്ചാണ് പരാമർശിക്കുന്നത്. അപ്പോൾ സംസ്ഥാന ധനകാര്യ കമ്മീഷനെ കുറിച്ച് പരാമർശിക്കുന്ന ആർട്ടിക്കിൾ ഏതൊക്കെയാണ്? 243(i)യും 243(y)യുമാണ്. സംസ്ഥാന ധനകാര്യ കമ്മീഷന്റെ ആദ്യത്തെ ചെയർമാൻ, അതായത് കേരള സംസ്ഥാന ധനകാര്യ കമ്മീഷന്റെ ആദ്യത്തെ ചെയർമാൻ ആരായിരുന്നു? PA എബ്രഹാം ആണ്. PA എബ്രഹാം ആണ് സംസ്ഥാന ധനകാര്യ കമ്മീഷന്റെ ആദ്യത്തെ ചെയർമാൻ. 5ാമത്തേത് ആരാണ്? BA പ്രകാശ് ആണ്. BA പ്രകാശ് ആണ് 5ാമത്തെ സംസ്ഥാന ധനകാര്യ കമ്മീഷന്റെ ചെയർമാൻ. 6ാമത്തേതും ഇപ്പോഴത്തേതുമായ സംസ്ഥാന ധനകാര്യ കമ്മീഷൻ ചെയർമാനാണ് SM വിജയാനന്ദ്. അപ്പോൾ SM വിജയാനന്ദാണ് സംസ്ഥാന ധനകാര്യ കമ്മീഷന്റെ ഇപ്പോഴത്തെ ചെയർമാൻ. അടുത്തത് അറ്റോർണി ജനറൽ. അറ്റോർണി ജനറലിനെ കുറിച്ച് പരാമർശിക്കുന്ന വകുപ്പാണ് 76. അപ്പോൾ 76-ാം വകുപ്പ് പ്രകാരമാണ് അറ്റോർണി ജനറലിനെ കുറിച്ച് പരാമർശിക്കുന്നത്. നിയമിക്കുന്ന ആരാണ്? അറ്റോർണി ജനറലിനെ നിയമിക്കുന്നത് പ്രസിഡന്റ് ആണ്. അറ്റോർണി ജനറലിനെ നിയമിക്കുന്ന ആരാണ്? പ്രസിഡന്റ് ആണ്. ഭരണഘടനയുടെ 76-ാം വകുപ്പ് പ്രകാരമാണ് അറ്റോർണി ജനറലിനെ നിയമിക്കുന്നത്. നിയമപരമായ കാര്യങ്ങളിൽ കേന്ദ്ര ഗവൺമെന്റിനെ ഉപദേശിക്കുവാനുള്ള അധികാരം ആർക്കാണ്? അറ്റോർണി ജനറലിനാണ്. നിയമപരമായ കാര്യങ്ങളിൽ കേന്ദ്ര ഗവൺമെന്റിനെ ഉപദേശിക്കുവാനുള്ള അധികാരം ആർക്കാണ്? അറ്റോർണി ജനറലിനെയാണ്. ഈ പദവി വഹിക്കാൻ ഇന്ത്യൻ സുപ്രീം കോടതി ജഡ്ജിക്ക് വേണ്ടുന്ന എല്ലാ യോഗ്യതകളും ഈ അറ്റോർണി ജനറലിന് ഉണ്ടായിരിക്കണം. ഇദ്ദേഹത്തിന് രാജ്യസഭയിലും ലോകസഭയിലും പ്രസംഗിക്കാനുള്ള അധികാരമുണ്ട്. അപ്പോൾ രാജ്യസഭയിലും ലോകസഭയിലും പ്രസംഗിക്കാനുള്ള അധികാരം ആർക്കുണ്ട്? അറ്റോർണി ജനറലിനുണ്ട്. ഇന്ത്യയിലെ ഏതു കോടതിയിലും നേരിട്ട് ഹാജരായി അഭിപ്രായം പറയാൻ അദ്ദേഹത്തിന് അധികാരമുണ്ട്. അപ്പോൾ ഇന്ത്യയിലെ ഏതു കോടതിയിലും നേരിട്ട് ഹാജരായിട്ട് അഭിപ്രായം പറയാനുള്ള അധികാരം ആർക്കുണ്ട്? അറ്റോർണി ജനറലിനുണ്ട്. പ്രസിഡന്റ് ആണ് അറ്റോർണി ജനറലെ നിയമിക്കുന്നതും നീക്കം ചെയ്യുന്നതും. പ്രസിഡന്റ് ആണ് നിയമിക്കുന്നത്, നീക്കം ചെയ്യുന്നതും ആരാണ്? പ്രസിഡന്റ് തന്നെയാണ്. അപ്പോൾ ഇപ്പോഴത്തെ അറ്റോർണി ജനറൽ ആരാണ്? R വെങ്കിട്ടരമണിയാണ്. R വെങ്കിട്ടരമണിയാണ് ഇപ്പോഴത്തെ അറ്റോർണി ജനറൽ. അപ്പോൾ ആദ്യത്തെ അറ്റോർണി ജനറൽ ആരായിരുന്നു? MC സെതൽവാദ് ആണ്. അപ്പോൾ ആദ്യത്തെ അറ്റോർണി ജനറൽ ആരാണ്? MC സെതൽവാദ് ആണ്. 15ാമത്തെ അറ്റോർണി ജനറൽ ആര്? KK വേണുഗോപാൽ. അപ്പോൾ KK വേണുഗോപാൽ ആണ് 15ാമത്തെ അറ്റോർണി ജനറൽ. 16ാമത്തതും ഇപ്പോഴത്തേതും ആരാണ്? ഇപ്പോഴത്തെ അറ്റോർണി ജനറൽ ആരാണ്? R വെങ്കിട്ടരമണി. 16ാമത്തെ അറ്റോർണി ജനറൽ ആണ് ആര്? R വെങ്കിട്ടരമണി. അടുത്ത നമുക്ക് സോളിസിറ്റർ ജനറലിനെ കുറിച്ച് പഠിക്കാം. സോളിസിറ്റർ ജനറൽ രണ്ടാമത്തെ നിയമ ഉദ്യോഗസ്ഥനാണ് ആര്? സോളിസിറ്റർ ജനറൽ. രണ്ടാമത്തെ നിയമ ഉദ്യോഗസ്ഥനാണ് സോളിസിറ്റർ ജനറൽ. ആദ്യത്തെ സോളിസിറ്റർ ജനറൽ ആരായിരുന്നു? CK ദഫ്താരിയാണ്. ആദ്യത്തെ സോളിസിറ്റർ ജനറൽ ആരാണ്? CK ദഫ്താരിയാണ്. അറ്റോർണി ജനറലിന്റെ അഭാവത്തിൽ കേന്ദ്ര ഗവൺമെന്റിന് നിയമോപദേശം നൽകുന്നതാണ് ആര്? സോളിസിറ്റർ ജനറൽ. അപ്പോൾ
അറ്റോർണി ജനറലിന്റെ അഭാവത്തില് കേന്ദ്ര ഗവൺമെന്റിന് നിയമോപദേശം നൽകുന്ന ആരാണ്? സോളിസിറ്റർ ജനറൽ ആണ്. രണ്ടാമത്തെ നിയമ ഉദ്യോഗസ്ഥനാണ് സോളിസിറ്റർ ജനറൽ. ആദ്യത്തെ സോളിസിറ്റർ ജനറൽ ആരായിരുന്നു? CK ദഫ്താരിയാണ് ആദ്യത്തെ സോളിസിറ്റർ ജനറൽ. ഇപ്പോഴത്തെ സോളിസിറ്റർ ജനറൽ ആരാണ്? തുഷാർ മേത്തയാണ്. ഇപ്പോഴത്തെ സോളിസിറ്റർ ജനറൽ ആരാണ്? തുഷാർ മേത്തയാണ്. അപ്പോൾ അറ്റോർണി ജനറൽ ഒന്നുകൂടെ നോക്കാം. അറ്റോർണി ജനറൽ എത്രാമത്തെ വകുപ്പ് പ്രകാരമാണ് നിയമിക്കുന്നത്? 76-ാം വകുപ്പ് പ്രകാരമാണ് അറ്റോർണി ജനറലിനെ നിയമിക്കുന്നത് നീക്കം ചെയ്യുന്നതും ആരാണ്? പ്രസിഡന്റ് ആണ്. ആദ്യത്തെ അറ്റോർണി ജനറൽ ആരായിരുന്നു? MC സെതൽവാദ്. 15-ാമത്തെ അറ്റോർണി ജനറൽ ആരാണ്? KK വേണുഗോപാൽ. 16-ാമത്തെ അറ്റോർണി ജനറൽ R വെങ്കിട്ടരമണിയാണ്. അടുത്തത് അഡ്വക്കേറ്റ് ജനറൽ. അഡ്വക്കേറ്റ് ജനറലിനെ നിയമിക്കുന്നത് ആർട്ടിക്കിൾ 165 പ്രകാരമാണ്. അപ്പോൾ അഡ്വക്കേറ്റ് ജനറലിനെ കുറിച്ച് പരാമർശിക്കുന്ന ആർട്ടിക്കിൾ എത്രയാണ്? ആർട്ടിക്കിൾ 165 ആണ്. നിയമിക്കുന്നത് ഗവർണറാണ്. അഡ്വക്കേറ്റ് ജനറലിനെ നിയമിക്കുന്നതും നീക്കം ചെയ്യുന്നതും ആരാണ്? ഗവർണറാണ്. ഇപ്പോഴത്തെ അഡ്വക്കേറ്റ് ജനറൽ ആരാണ്? K ഗോപാലകൃഷ്ണ കുറുപ്പാണ് ഇപ്പോഴത്തെ അഡ്വക്കേറ്റ് ജനറൽ. അപ്പോൾ ഇപ്പോഴത്തെ അഡ്വക്കേറ്റ് ജനറൽ ആരാണ്? K ഗോപാലകൃഷ്ണ കുറുപ്പാണ് ഇപ്പോഴത്തെ അഡ്വക്കേറ്റ് ജനറൽ. അഡ്വക്കേറ്റ് ജനറലിനെ കുറിച്ച് പരാമർശിക്കുന്ന ആർട്ടിക്കിൾ എത്രയാണ്? ആർട്ടിക്കിൾ 165 ആണ്. അഡ്വക്കേറ്റ് ജനറലിനെ നിയമിക്കുന്നത് നീക്കം ചെയ്യുന്നതും ആരാണ്? ഗവർണറാണ്. ഇപ്പോഴത്തെ അഡ്വക്കേറ്റ് ജനറൽ ആരാണ്? K ഗോപാലകൃഷ്ണ കുറുപ്പാണ്. അടുത്തത് UPSC. UPSC യെ കുറിച്ച് പരാമർശിക്കുന്ന ആർട്ടിക്കിൾ ആണ് ആർട്ടിക്കിൾ 315. അപ്പോൾ UPSC യെ കുറിച്ച് പറയുന്ന ആർട്ടിക്കിൾ എത്രയാണെന്ന് ചോദിച്ചാൽ എത്രയാണ്? ആർട്ടിക്കിൾ 315 ആണ്. എന്നാൽ UPSCയുടെ ധർമ്മത്തെ കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ ആണ് ആർട്ടിക്കിൾ 320. അപ്പോൾ ആർട്ടിക്കിൾ 320 ആണ് UPSCയുടെ ധർമ്മത്തെ കുറിച്ച് പ്രതിപാദിക്കുന്നത്. UPSCയുടെ ഇപ്പോഴത്തെ ചെയർമാൻ മനോജ് സോണിയാണ്. UPSCയുടെ ഇപ്പോഴത്തെ ചെയർമാൻ ആരാണ്? മനോജ് സോണിയാണ്. UPSC അംഗത്തിന്റെ കാലാവധി 6 വർഷം അല്ലെങ്കിൽ 65 വയസ്സാണ്. അപ്പോൾ UPSCയിലെ അംഗത്തിന്റെ കാലാവധി എത്രയാണ്? 6 വർഷം അല്ലെങ്കിൽ 65 വയസ്സാണ്. അംഗസംഖ്യ നിശ്ചയിക്കുന്നത് പ്രസിഡന്റ് ആണ്. അപ്പോൾ UPSCയിലെ അംഗസംഖ്യ നിശ്ചയിക്കുന്ന ആരാണ്? അംഗസംഖ്യ നിശ്ചയിക്കുന്നത് പ്രസിഡന്റ് ആണ്. കേന്ദ്ര സർക്കാർ സ്ഥാപനങ്ങളിലേക്ക് ജീവനക്കാരെ റിക്രൂട്ട് ചെയ്യുന്ന ഒരു ഉപദേശക ഏജൻസിയാണ് UPSC. അപ്പോൾ UPSCയെ കുറിച്ച് പരാമർശിക്കുന്ന ആർട്ടിക്കിൾ എത്രയാണ്? ആർട്ടിക്കിൾ 315 ആണ്. എന്നാൽ UPSCയുടെ ധർമ്മത്തെ കുറിച്ചാണ് പ്രതിപാദിക്കുന്നതെങ്കിൽ 320 ആണ്. ഇപ്പോഴത്തെ UPSCയുടെ ചെയർമാനാണ് മനോജ് സോണി. UPSC അംഗത്തിന്റെ കാലാവധി എത്രയാണ്? 6 വർഷം അല്ലെങ്കിൽ 65 വയസ്സാണ്. അംഗസംഖ്യ നിശ്ചയിക്കുന്ന ആരാണ്? പ്രസിഡന്റ് ആണ്. അടുത്തത് PSC കുറിച്ച് പരാമർശിക്കുന്ന ആർട്ടിക്കിളും എത്രയാണ്? ആർട്ടിക്കിൾ 315 ആണ് PSCയെ കുറിച്ചും പരാമർശിക്കുന്നത്. ഭരണഘടനയുടെ 315-ാം അനുച്ഛേദ പ്രകാരം കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകൾക്ക് പബ്ലിക് സർവീസ് കമ്മീഷൻ രൂപീകരിക്കാം എന്നാണ് പറയുന്നത്. അപ്പോൾ ഭരണഘടനയുടെ 315-ാം അനുച്ഛേദ പ്രകാരമാണ് കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകൾക്ക് പബ്ലിക് സർവീസ് കമ്മീഷനുകൾ രൂപീകരിക്കാമെന്ന് പറയുന്നത്. 6 വർഷമോ അല്ലെങ്കിൽ 62 വയസ്സോ ആണ് അംഗങ്ങളുടെ കാലാവധി. അപ്പോൾ PSC അംഗങ്ങളുടെ കാലാവധി എത്രയാണ്? 6 വർഷമോ 62 വയസ്സോ ആണ്. സംസ്ഥാന സർക്കാർ സ്ഥാപനങ്ങളിലേക്ക് ജീവനക്കാരെ റിക്രൂട്ട് ചെയ്യുന്നത് സംസ്ഥാന PSCകളാണ്. അപ്പോൾ സംസ്ഥാന PSC വഴിയാണ് സംസ്ഥാന സർക്കാർ സ്ഥാപനങ്ങളിലേക്ക് ജീവനക്കാരെ റിക്രൂട്ട് ചെയ്യുന്നത്. ആർട്ടിക്കിൾ എത്രയാണ്? ആർട്ടിക്കിൾ 315 ആണ്. PSCയിലെ അംഗങ്ങളുടെ കാലാവധി എത്രയാണ്? 6 വർഷം അല്ലെങ്കിൽ 62 വയസ്സ്. 6 വർഷം അല്ലെങ്കിൽ 62 വയസ്സ്. ഇപ്പോഴത്തെ PSC ചെയർമാൻ ആരാണ്? കേരള PSCയുടെ ഇപ്പോഴത്തെ ചെയർമാൻ ഡോക്ടർ MR ബൈജു ആണ്. ഡോക്ടർ MR ബൈജു ആണ് PSCയുടെ ഇപ്പോഴത്തെ ചെയർമാൻ. ഡോക്ടർ MR ബൈജു ആണ് ഇപ്പോഴത്തെ PSCയുടെ ചെയർമാൻ. ആർട്ടിക്കിൾ 315 ആണ്. അംഗങ്ങളുടെ കാലാവധി എത്രയാണ്? 6 വർഷം അല്ലെങ്കിൽ 62 വയസ്സാണ്. മറ്റൊരു ക്ലാസ്സുമായി വീണ്ടും കാണാം. താങ്ക് യു.